JK റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 8ാമത്തെ ആഴ്ചയിലുള്ള ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാം സ്ഥാനത്ത് ഇന്നത്തെ ദിവസം ബോട്ടിൽ ടാസ്കിൽ തീപ്പാറി നിന്ന നമ്മുടെ അനീഷേട്ടനാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 25% വോട്ടുകളോടെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനം അനീഷേട്ടനായിട്ടുള്ള കോംബോയിൽ നിൽക്കുന്ന സ്വന്തം സുഹൃത്തായ ഷാനവാസാണ്. നമ്മുടെ ഷാനുക്ക രണ്ടാം സ്ഥാനത്തുണ്ട്. 23% വോട്ടുകളാണ്. നല്ല കനത്ത പോളിക്കാണ് രണ്ടുപേർക്കുള്ളത്. മൂന്നാം സ്ഥാനം പങ്കിടുന്നത് ആദിലയാണ്. ആദിലയ്ക്ക് 18% വോട്ടുകളോടെ ആദിലയും. നാലാം സ്ഥാനം പങ്കിടുന്നത് ലക്ഷ്മിയും. 16% വോട്ടുകളോടെ ലക്ഷ്മിയും ഉണ്ട്. തൊട്ട് പുറകിലായിട്ട് ലക്ഷ്മിക്ക് താഴെയായിട്ട് ജിസേലാണുള്ളത്. ജിസേലിന് കിട്ടിയിരിക്കുന്നത് 5ാം സ്ഥാനമാണ്. ഇപ്പോൾ ജിസേൽ 5ാം സ്ഥാനത്താണ് ജിസേലുള്ളത്. 6% വോട്ടുകളോടെ ജിസേൽ 5ാം സ്ഥാനത്തുണ്ട്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ജിഷിൻ കയറി വന്നിട്ടുണ്ട്. ജിഷിന് 6ാം സ്ഥാനം തുടരുന്നു. ജിഷിന് കിട്ടിയിരിക്കുന്നതും 4% വോട്ടുകളോടെ ജിഷിൻ 6ാം സ്ഥാനത്തുണ്ട്. തൊട്ട് താഴെയായിട്ട് അക്ബറുണ്ട് 7ാം സ്ഥാനത്ത്. അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് 3%. പിന്നെ 8ാം സ്ഥാനവും 9ാം സ്ഥാനവും തമ്മിൽ വളരെയധികം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. 8ാം സ്ഥാനം പങ്കിടുന്നത് ബിന്നിയാണ്. ബിന്നിക്ക് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ആര്യനുണ്ട്. ആര്യനും ബിന്നിയും നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടിങ്ങിൽ. 8ാം സ്ഥാനത്ത് ബിന്നിയും 9ാം സ്ഥാനത്ത് ആര്യനുമാണ് ഉള്ളത്. ആര്യന് കിട്ടിയിരിക്കുന്ന വോട്ട് 1.5%, ബിന്നിക്ക് കിട്ടിയിരിക്കുന്നത് 1.9% വോട്ടാണ്. അപ്പോൾ ചെറിയൊരു മാറ്റമേ അവർ തമ്മിലുള്ളൂ. 9ാം സ്ഥാനത്ത് നമ്മുടെ സാവുമേനാണുള്ളത്. 1% വോട്ടാണ് സാവുമേന് കിട്ടിയിരിക്കുന്നത്. പിന്നെ അഭിലാഷ് ഏറ്റവും ലാസ്റ്റാണ് നിൽക്കുന്നത്. ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിലാണ് പോകുന്നതെങ്കിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് അഭിലാഷാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നല്ല വ്യക്തിക്ക്, നല്ല കണ്ടസ്റ്റൻസിന്, നല്ല ഗെയിമർക്ക് നൽകാൻ ശ്രമിക്കുക. വെറുതെ നിൽക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. താവുമേനൊക്കെ എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ നിർത്തിയിരിക്കുന്നത്? എന്തെങ്കിലും ഒരു അഭിപ്രായം, അവൻ്റേതായിട്ടൊരു സ്റ്റാൻഡ് അവിടെ കൊണ്ടുവരാൻ നമ്മൾ ഇനി മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും എന്ന് തോന്നുന്നു, അവനൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ ബിഗ് ബോസ് നിൽക്കുന്നത് അവനെ കൊണ്ട് ആക്റ്റീവ് ആക്കിയിട്ടേ ഞങ്ങൾ അടങ്ങും എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് നിൽക്കുന്നത്. എനിവേ, നിങ്ങളുടെ ഓരോ വോട്ടുകളും നല്ല കണ്ടസ്റ്റൻസിന് നൽകുക. വെറുതെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഒരിക്കലും വളർത്തരുത്. വരും മണിക്കൂറിലെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം.